അയ്യോ എൻ്റെ ഭഗവാനെ, ഈ വണ്ടി ഞാൻ അവിടെ കൊണ്ട് വെക്കും. എന്ത് രസമുള്ള സാധനമൊക്കെ. ഇറങ്ങണി പട്ടി. എവിടെ ഓടുന്നത്? ഗൈസ്, ഈ കൊടൈക്കനാലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്, പില്ലർ റോക്ക്, ഗുണ കേവ്, മോയിർ പാർക്ക് ഇതെല്ലാം ഒരു ഒറ്റ റോഡിൽ സർക്കിൾ അടിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അതായത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ റോഡിൽ കൂടെ സർക്കിൾ അടിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് കൊടൈക്കനാൽ ടൗണിൽ തന്നെ വരും. ഈ റോഡിലെല്ലാമാണ് ഈ വ്യൂ വരുന്നത്. അതായത് ഒറ്റ വ്യൂ പോയിന്റ് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് കാണുന്നതാണ്. പില്ലർ റോക്കിൻ്റെ ആയിക്കോട്ടെ, ഗുണ കേവിൻ്റെ ആയിക്കോട്ടെ, മോയിർ പാർക്കിൻ്റെ ആയിക്കോട്ടെ, ഈ ഒരു വ്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴും പ്രത്യേക ഭംഗിയാണ്. ഇതാണ് പില്ലർ റോക്ക് എന്ന് പറയുന്നത്. വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് മേഘങ്ങൾക്ക് മേലെ നിൽക്കുന്നൊരു ഫീലാണ്. നമ്മൾ പല വ്യൂ പോയിന്റ്സിലും പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എന്നെ ഇത്രത്തോളം പിടിച്ചു കുടിക്കിയ ഒരു വ്യൂ പോയിന്റ് വേറെ ഇല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മേഘങ്ങൾക്ക് മേലെ നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. ഞങ്ങൾ വന്ന കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ആ ഒരു ടൈമിലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ഈ കോട കയറി പില്ലർ റോക്ക് മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ടൈം ലാപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ടുതരാം. എൻ്റെ മോന് രക്ഷയില്ല. പില്ലർ റോക്ക് വേറെ ലെവലാണ്. നിങ്ങൾ എന്ന് കൊടൈക്കനാലിൽ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പില്ലർ റോക്ക് മിസ് ചെയ്യരുത്. കുറച്ച് സമയം അവിടെ നിൽക്കണം. ആ ഒരു കോട കൂടിയും കുറയൊക്കെ ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കണം. അത് ആ കോട ഇല്ലാത്തൊരു സമയത്തുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ആ മേഘങ്ങൾ ഇങ്ങനെ നമുക്ക് താഴെ, നമ്മൾ മേഘത്തിന് മുകളിലാണ്. അന്യായ ഫീലും. ശരിക്കും ഞെട്ടിപ്പോയി, സർപ്രൈസറായിപ്പോയി. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ കുറച്ച് പരിമിതികളാണ്. ഇപ്പം ഇത്രയും മനോഹരമായ വ്യൂ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ, ആദ്യം ആകെപ്പാടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്, ആ ഒരു നിൽക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് നോക്കി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം. ഭഗവാനെ, എനിക്കൊരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വണ്ടികളൊക്കെ അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ഗുണാക്കേവ ഇത്. ഈ സാധനം ഞാനിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമല്ലോ. ഗുണാക്കേവ് രാണ്ടേ. ഈ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ലയോ? വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു. അരുതരുതായിരുന്നു. അപ്പോൾ അരുതരുതായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ബൈക്ക് വെക്കാനുള്ള സ്ഥലം ഇല്ലേ അളിയാ? ഇവിടെ കാണാൻ കൊണ്ട് ഇറക്കി വെച്ചാലോ അങ്ങ്. ഇവിടെ ഒക്കെ അല്ലേ? വേറെ ഒറ്റ ബൈക്കില്ല ഇവിടെ എങ്ങും. ബൈക്ക് വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ സിനിമ ഇനി കണ്ടേന്നോ? സൗബിന്റെ സിനിമ കണ്ടില്ലേ? മഞ്ഞുമൽ ബോയ്സ്. അവിടെ ഒരു കല്ല് വേണമല്ലോ. ഈ കല്ലെടുത്തുണ്ടോ? ഞാൻ ഗോപ്രോ ഇരട്ട്. പില്ലർ റോക്ക് കഴിഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് ഗുണ കേവാണ്. വളരെ കുറച്ച് കഷ്ടിച്ച് 1 കിലോമീറ്റർ തികച്ചില്ല. പോകുമ്പോൾ തന്നെ വഴിയരികിൽ ഇതേപോലെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ബൈക്ക് വെക്കാനായിട്ട് പ്രത്യേകം പ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, പാർക്കിംഗ് ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ ബസ് അടക്കം നിർത്തിയിട്ടിരിപ്പുണ്ട്. എവിടെയെങ്കിലും സേഫായിട്ട് കൊണ്ട് ബൈക്ക് വെക്കുക. ഓക്കെ, വിലയെടുപ്പുള്ള സാധനങ്ങളൊന്നും ബൈക്കിനകത്തൊന്നും വെച്ചിട്ട് പോകാതിരിക്കുന്നതായിരിക്കും സേഫ്. ഇതാണ് ഗുണ കേവിൻ്റെ ഒരു എൻട്രൻസ് തന്നെ ഒരു ഗുഹ പോലെയാണ്. ഗുഹയ്ക്ക് മേളിൽ ഒരു വവ്വാലിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ ഗുണ കേവ് എന്ന് എഴുതി വെച്ചിരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കയറി പോകാനും തിരിച്ചിറങ്ങി വരാനായിട്ട് 2 വാതിലുകളാണുള്ളത്.
ഇവിടെയും നമുക്ക് 20 രൂപ ടിക്കറ്റ് എടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സർക്കിൾ അടിച്ച ഒരു റോഡിൽ കൂടെ നമ്മൾ വരുന്നത്, ഒരു റോഡിൽ കൂടെ സർക്കിൾ അടിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാ വ്യൂ പോയിൻറ്റ്സും ഉള്ളത്, ഗുണ കേവ് അടക്കം. എല്ലായിടത്തും നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിൽപ്പുണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ആൾക്കാർ. അപ്പം 20 രൂപ കൊടുത്തിട്ട് നമുക്ക് അവിടുന്ന് മേലോട്ട് കയറാം. പൈൻകാടിൻ്റെ നടുക്കൂടുള്ളൊരു ചെറിയൊരു വഴിയാണ് കേട്ടോ. നല്ല രസമാണ്, നടന്നു പോകാനൊക്കെ നല്ല രസമാണ്. ഒരുപാട് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം പുറത്തെടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം കുരങ്ങന്മാരുണ്ട്, കൂട്ടത്തോടെ വന്ന് ബാഗ് അടക്കം പിടിച്ച് പറിച്ചുകൊണ്ട് പോകും. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഒരു ചേച്ചിയുടെ മണി ബാഗ് എടുത്ത് മേളിൽ കൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ പൈസ താഴോട്ട് കുരങ്ങൻ വാരി വലിച്ചെറിയുന്നു. ആ ചേച്ചി നിന്ന് നിലവിളിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും പുറത്തെടുക്കരുത്. ഇതാണ് ഗുണ കേവിൻ്റെ ഒരു ആംബിയൻസ്. നിങ്ങൾ ആ ഒരു ശരിക്കുള്ളൊരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കിയേ. പയ്യെ ഇറങ്ങി കുട്ടിക്ക് വയ്യാത്ത ഞാൻ പിടിച്ചോണ്ടിറങ്ങുന്നത്. അവന്മാരെല്ലാം കയറി അവിടെ കയറി ഫോട്ടോ എടുക്കട്ടോ. അതിലേ കയറി പോണ്ടേ? അതിലെ കയറി പോയി ഇതിൽ ഇറങ്ങി വരുമോ? ഇതിലേ കയറി പോണോ? അതുള്ള കേട്ടില്ലേ, നല്ല കൂവലും ബഹളവുമാണ് അവിടെ. നല്ല രസമാണ്. അതായത് ഒറ്റയ്ക്ക് ഒക്കെ പോകുന്നതിനേക്കാളും നല്ല ഫാമിലി ആയിട്ടൊക്കെ പോകുന്നതിനേക്കാളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അവിടെ ഇതേപോലെ ഒരുപാട് ഗ്രില്ലുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ല, അതെല്ലാം നല്ല വലിയ കുഴികളാണ്, പാറയിടുക്കിലുള്ള ഇടുക്കുകളാണ്, വലിയ ആഴമുള്ള നല്ല കുഴികളാണ്. ആൾക്കാരതിനകത്ത് വീഴുന്നത് പതിവായതുകൊണ്ടായിരിക്കണം എല്ലാ ഹോളും ഗ്രില്ലടിച്ചിട്ടിരിക്കുകയാണ്. നമുക്കതിന് മുകളിൽ കൂടെ നടന്നു പോകാം, അത്യാവശ്യം സ്ട്രോങ് ആണത്. പിന്നെ നമുക്ക് വ്യൂ എന്നൊക്കെ പറയാൻ ഏറ്റവും മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ രീതിയിലാണ് ഇതാണ് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പാറയിടുക്കിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ നേരത്തെ പില്ലർ റോക്കിൽ നിന്ന് കണ്ടില്ലേ, അതിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ ഒരു സാധനം. നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മളിൽ മൂവിയിൽ കണ്ട അവർ ഇറങ്ങിപ്പോയത്. ഇതിലെല്ലാം നേരത്തെ കാണിച്ചത്. ഇത് നമ്മുടെ ഗ്രില്ലിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ട മേഘങ്ങൾക്ക് മേലെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫീലാണ്. കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് വ്യൂ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതിന് ഈ ഒരു വാച്ച് ടവറുണ്ട്. ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു വ്യൂ ആസ്വദിക്കാൻ പറ്റും. നല്ല തിരക്കായിരിക്കും, കുറച്ച് സ്പേസേ ഉള്ളൂ വാച്ച് ടവറിൻ്റെ മുകളിൽ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ ടാസ്ക്കാണ്. കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ചുറ്റും നോക്കിക്കഴിയുമ്പോൾ ഗുണ കേവിലുള്ളൊരു കാഴ്ചയാണ്. ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വ്യൂ ഉള്ളിടത്തെല്ലാം ഗ്രില്ലടിച്ച് വെച്ചിരിപ്പുണ്ട്. ഇതാണ് വാച്ച് ടവറിന് മുകളിൽ നിന്നുള്ളൊരു കാഴ്ച. ശരിക്കും നമ്മൾ മേഘത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കാരണം നമ്മുടെ പുറകിൽ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുകയാണ്. നമ്മളുടെ അവസരം കഴിഞ്ഞിട്ട് അവർക്കുള്ള അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അത്രയ്ക്ക് തിരക്കാണ്. ഒരുപാട് വിസ്തൃതിയിലൊന്നും അല്ല വ്യൂ ഉള്ളത്, വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങളൊന്ന് നോക്കിയാൽ കണ്ണ് തള്ളിപ്പോകുന്ന കാഴ്ചയല്ലേ. മുകളിലാണെങ്കിൽ മേഘത്തിൻ്റെ ഒരു ലെയർ, താഴെയാണെങ്കിൽ മേഘത്തിൻ്റെ വേറൊരു ലെയർ. ആ താഴത്തെ ലെയറിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ത് മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ. ഗുണ കേവ് കഴിഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് ആണ്, തൊട്ടടുത്ത് തന്നെയാണ് പൈൻ ഫോറസ്റ്റ്. നമ്മൾ അവിടെ കയറിയിട്ടില്ലായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക്. ഇതാണ് മോയിർ പാർക്ക് എന്ന് പറയും. ഇവിടെയും സെയിം വൈബ് തന്നെയാണ്. ആ നേരത്തെ കണ്ട പില്ലർ റോക്കിൽ നിന്നുള്ള വ്യൂവിൻ്റെ വേറൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ഇതാണ് മോയിർ പാർക്ക്. ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ നമുക്ക് 20 രൂപ പോയിന്റിൽ 20 രൂപ റേറ്റിൽ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ മതിലിന് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ പൊക്കം കുറവ്. അവിടെ നിന്നാൽ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എല്ലാം നമുക്ക് ഒരു ഒറ്റ
ഒരൊറ്റ വ്യൂ ആണ്, ഒരൊറ്റ വ്യൂ പോയിന്റിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള വ്യൂസാണ് നമുക്ക് ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത്. അതായത് നമ്മൾ ആദ്യം പോയ ആ ഒരു റോക്ക് എന്തോ പേരെന്തോ പില്ലർ റോക്കിൽ, പിന്നെ ഇവിടെ പോയ പിന്നെ ഗുണ കേവ് നിൽക്കുമ്പം, പിന്നെ മോയിർ പാർക്ക് വരുമ്പം ഇതെല്ലാം ഒരു ഒറ്റ വ്യൂ പോയിന്റ് ആണ്. ഈ ഒരു ഒറ്റ ഇതേ വ്യൂ പോയിന്റ് തന്നെ ആയിരിക്കും നമുക്ക് ഗ്രീൻ വാലിയിലും കിട്ടുക. ഞങ്ങൾ ഗ്രീൻ വാലി ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. ഇത് വൺ വേ ആണ്. നിങ്ങൾ ഗ്രീൻ വാലി, പില്ലർ റോക്ക്, ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ്, മോയിർ പാർക്ക് ഇവിടെ എല്ലാം വരാൻ വേണ്ടിയിട്ട് വൺ വേ ആണ്. ഒരു സർക്കിൾ അടിച്ചിട്ട് വരാം നമുക്ക്. അതായത് ഗ്രീൻ വാലിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കറങ്ങി തിരിച്ച് നമ്മൾ വീണ്ടും ഗ്രീൻ വാലിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ചെന്ന് കയറുക. ഒരു ഒറ്റ റോഡിൽ വൺ വേ ആയിട്ടാണ്, ഒരു സർക്കിൾ രൂപത്തിലാണ് ഇത്രയും വ്യൂ പോയിന്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്സ് ഏരിയാസ് ഇതൊക്കെ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്കൊരു 3-4 മണിക്കൂർ ധാരാളമാണ് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട്. ആരും മിസ്സാക്കരുത്. ഇപ്പോൾ അടുത്തൊരു ചെക്ക് പോസ്റ്റ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് മോയിർ പാർക്ക് കഴിഞ്ഞതിന് ശേഷം. ഇതിപ്പോൾ പൂമ്പാറ ടെമ്പിളാണ്. പൂമ്പാറ ടെമ്പിൾ ഇവിടുന്ന് 13 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം എങ്ങോട്ടാണ് പോകണ്ടേ? ഏതാ ബോർഡ്? ഏതാ എങ്ങോട്ടാണ് ആർക്കറിയാം? നമ്മൾ വഴി വെച്ച് 2 റോഡുണ്ട് കേട്ടോ. അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇരിപ്പുണ്ട്. പുള്ളിക്കാരാണെങ്കിൽ വഴിയും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പം ആവുന്നില്ലേ? ഓക്കെ, അപ്പം ഇത് തന്നെയാണ് വഴി. മറ്റൊരു ചെറിയ വഴി ലെഫ്റ്റിലേക്ക് കിടക്കുന്നത് ഏതൊരു അമ്പലത്തിലേക്കുള്ള വഴി. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സംശയം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. പുള്ളിക്കാരൻ ഇങ്ങോട്ട് പറഞ്ഞു തരുമോ? സൈൻ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല. അമ്പലത്തിലേക്കുള്ള ബോർഡാണ്, വഴിയാണെന്ന് പറഞ്ഞ് ചെറിയൊരു സൈൻ മാർക്ക് അവിടെ കൊടുത്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ 2 ബൈക്കേഴ്സ് എടുത്തുകൊണ്ട് പോയത് കണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോയത് കണ്ട് എൻ്റെ പുറകിൽ ഇരുന്ന കാറുകാരൻ നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്.